ഹായ്. അങ്ങനെ നമ്മുടെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ്, മോസ്റ്റ് എക്സൈറ്റഡ് ഒരു മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലറാണിന്ന് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം ലാലേട്ടൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന, മിക്കവാറും ആദ്യമായിട്ടും അവസാനത്തേതായിട്ടും ആയിരിക്കണം, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ബറോസ് എന്ന മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലറാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആ ട്രെയിലർ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ നമുക്കറിയാം, ആ സിനിമ അനൗൺസ് ചെയ്തത് ഏകദേശം കൊറോണ സമയത്തൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ലാലേട്ടൻ ആദ്യമായിട്ട് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ആ സിനിമയ്ക്ക് ഉണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാം. വെറുതെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, ഇത്രയും വർഷം ഇത്രയും ഡയറക്ടേഴ്സിൻ്റെ കൂടെ എത്രയോ ലാംഗ്വേജിൽ അഭിനയിച്ച് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകൾ, അത് പല ഇമോഷൻസിലുള്ള സിനിമകളെല്ലാം ക്യാരക്ടറായിട്ട് ചെയ്തിരിക്കുന്ന പല തരത്തിലുള്ള സിനിമകളും പല ലൊക്കേഷൻസിലുള്ള സിനിമകൾ, ഇതെല്ലാം ഇത്രയും ബൾക്കായിട്ടുള്ള, ഇത്രയും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കയ്യിലുള്ള ഒരാൾ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഇല്ലാണ്ട്, ഒരു പ്രത്യേകത ഇല്ലാണ്ട് പുള്ളി അത് ചെയ്യലെന്നുള്ളത് നമുക്ക് ഊഹിക്കാം. അപ്പോൾ അതിൻ്റെ 2-3 സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ആ ഒരു ഗുരുത്വം എന്ന് പറഞ്ഞ പോലെ തന്നെ ആ സിനിമയുടെ പൂജ നടക്കുന്ന സമയത്ത് പുള്ളിയുടെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരെയും, മമ്മൂക്ക, അതേപോലെ ഡയറക്ടർ ഫാസിൽ സാർ, അങ്ങനെയുള്ള സംവിധായകരെല്ലാവരെയും, നടന്മാരെയും, പൃഥ്വിരാജ്, മമ്മൂക്ക, ദിലീപ്, ഇങ്ങനെ ഒത്തിരി ആൾക്കാരെ പുള്ളി ഇൻവൈറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇതിൻ്റെ പൂജ പരിപാടിയൊക്കെ നടത്തിയത്. പുള്ളിയുടെ വൈഫ്, മക്കൾ, അതേപോലെ എല്ലാവരും നമുക്കതിനകത്ത് കണ്ടാൽ മനസ്സിലാവും. അത്ര ആൾക്കാർ ഗ്യാദർ ചെയ്ത ഒരു ഫംഗ്ഷൻ തന്നെയായിരുന്നു. മമ്മൂക്ക ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് അതിനകത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദിലീപ് ഇങ്ങനെ പൃഥ്വിരാജിനെ നോക്കുന്ന സീനുകളൊക്കെ ഇങ്ങനെ ട്രോളായിട്ടൊക്കെ ആ സമയത്തൊക്കെ ഇറക്കിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ പൃഥ്വിരാജ് ആ സിനിമയ്ക്ക് എത്തണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി നടക്കുന്നത്. അതിനുശേഷം ഇതൊക്കെ എല്ലാം ഓക്കെ ആയിരുന്നു. കാര്യം ലൂസിഫർ ഹിറ്റായിട്ട് നിൽക്കുന്ന സമയം, അല്ലെങ്കിൽ ലൂസിഫർ ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള ആ ഒരു പൃഥ്വിരാജിൻ്റെ ഒരു ഡയലോഗുകൾ, അതായത് ലാലേട്ടൻ്റെ ഉള്ളിലൊരു ഡയറക്ടർ ഉണ്ടെന്ന് പറഞ്ഞ ഒരു ഡയലോഗുകളൊക്കെ വന്ന സമയമാണ്. അപ്പോൾ ലാലേട്ടൻ എന്ത് ചെയ്തു? ലാലേട്ടൻ്റെ ഒരു സിനിമ അനൗൺസ് ചെയ്യുകയും കൂടി ചെയ്യുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു, ലാലേട്ടൻ്റെ ഒരു സിനിമ അനൗൺസ് ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയുടെ കാര്യങ്ങളും പറയുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി വന്നപ്പോൾ ഒരു നല്ല സമയം തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് മാറി. ലാലേട്ടൻ്റെ ഇപ്പോൾ നമ്മൾ പറയുന്ന മോശം സമയങ്ങൾ ആരംഭിക്കുന്നു. ലാലേട്ടൻ്റെ പടങ്ങൾ തുടർച്ചയായിട്ട് പൊട്ടാൻ തുടങ്ങുന്നു. പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ ഈ സിനിമയിൽ നിന്ന് പിന്മാറുന്നു. അപ്പോൾ കുറേ ഇതൊക്കെ എല്ലാം കണക്ട് ചെയ്ത് എത്രയോ ന്യൂസുകളൊക്കെ വന്നത്. പൃഥ്വിരാജിന് ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായാലും ഇതൊരു വെറും പൊട്ടക്കഥയാണ്, അല്ലെങ്കിൽ ലാലേട്ടൻ ഡയറക്ഷൻ മോശമാണ്, അങ്ങനെ ഒരു വാർത്തകൾ വന്നു. അപ്പോൾ അത് പൃഥ്വിരാജ് മാറിയത് ഈ സിനിമയുടെ വേറെ, ഇപ്പോൾ ലാലേട്ടൻ അറിയാമല്ലോ, ലാലേട്ടൻ ഒരു കാര്യം ചെയ്യാൻ, ഒരു മിസ്റ്റേക്ക്, ലാലേട്ടനെ പറ്റി ഒരു മിസ്റ്റേക്ക് പറയാൻ, അല്ലെങ്കിൽ ലാലേട്ടനെ പറ്റി കുറ്റം പറയാൻ കാത്തിരിക്കുന്ന അത്ര സ്വീകാര്യത, പുള്ളി നല്ല ചെയ്താലും ചീത്ത ചെയ്താലും, അല്ലെങ്കിൽ പുള്ളിനെ കുറ്റം പറഞ്ഞാലും പുള്ളിനെ നല്ലത് പറഞ്ഞാലും ഒത്തിരി ആൾക്കാർ കാണുന്ന ഒരു റീച്ച് കിട്ടുന്ന ഒരു പരിപാടികളാണ് ലാലേട്ടനോട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ സിനിമ പൃഥ്വിരാജ് മാറിയപ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ അവസാനം പൃഥ്വിരാജ് തന്നെ പറയേണ്ടി വന്നു. ഞാൻ അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് ആ സമയത്ത് പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പുള്ളി കമ്മിറ്റ് ചെയ്തിരിക്കുന്ന കുറേ സിനിമകളുണ്ട്, അതിലേക്ക് ഡേറ്റ് കൊടുക്കേണ്ടി വന്നു. ആ ക്ലാഷ് വന്നുകൊണ്ടാണ് ആ സിനിമ, ബറോസ് എന്ന് പറഞ്ഞ സിനിമ കുറച്ച് ഡിലേ ആയി പോകുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് മാറിയതാണെന്നുള്ളതാണ് പുള്ളി അവസാനം ക്ലാരിറ്റി കൊടുക്കേണ്ടി വന്നു. ഓക്കെ, അതൊരു കാരണം. പിന്നെ ഇതിൻ്റെ ഒരു ടീസർ ആദ്യം ഇറക്കിയായിരുന്നു. അപ്പോൾ ലാലേട്ടൻ്റെ ലുക്കും കാര്യങ്ങളും വന്നത്, അത് ട്രോളായിട്ട് വന്നു. അതിനെ നെഗറ്റീവായിട്ട് കുറേ ആൾക്കാർ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ കഥയ്ക്ക് മാറ്റം വരുത്തിയെന്ന് പറഞ്ഞു ജിജോ പൊന്നൂസിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ, അദ്ദേഹം ഈ നമ്മുടെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ, ആട്ടക്കലാശം, ഈ സിനിമകളൊക്കെ ഡയറക്റ്റ് ചെയ്ത ഒരാളാണ്. അതായത് നവോദയ സ്റ്റുഡിയോ, അതായത് കുഞ്ചാക്കോ ബോബൻ്റെ പഴയ തലമുറ, അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബൻ്റെ വേരെന്ന് പറയുന്നത് ആ ഫാമിലിയിലുള്ള ഒരാളാണ് കുഞ്ചാക്കോ ബോബൻ. നവോദയ ഫാമിലിയിലുള്ളതാണ്. അപ്പോൾ നവോദയ അപ്പച്ചൻ, അത് ഒരു ഭയങ്കര വെൽത്തിയായിട്ടുള്ള ഒരു ഫാമിലിയാണ്. പണ്ട് കാലം തുടങ്ങി സിനിമ ഫീൽഡിലൊക്കെ, എനിക്ക് തോന്നുന്നു ആ സിനിമയൊക്കെ തുടങ്ങിയത് തന്നെ അവരിലൂടെയാണ്, മലയാള സിനിമ തുടങ്ങിയത് തന്നെ ഏകദേശം അവരിലൂടെയാണെന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത്രയും സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ പോലും അത്രയും വെൽത്തി ആയിട്ടുള്ള ഒരു സൗണ്ടായിട്ടുള്ള ഒരു ഫാമിലിയാണ് കുഞ്ചാക്കോൻ്റെ ഫാമിലി. അത് നവോദയ അപ്പച്ചൻ, അവരുടെ ജനറേഷൻ ഇങ്ങോട്ട് വരുന്ന ഒരു ജനറേഷനാണ് കുഞ്ചാക്കോൻ്റെ ഒക്കെ വരുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് ഈ പറഞ്ഞ ജിയോ പൊന്നൂസൊക്കെ. അപ്പോൾ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത സിനിമയായിരുന്നു ഈ മൈ ഡിയർ കുട്ടിച്ചാത്തനും ആട്ടക്കലാശം. മൈ ഡിയർ കുട്ടിച്ചാത്തൻ പ്രൊഡ്യൂസ് ചെയ്തത് ഇവർ തന്നെയാണ്, അതായത് നവോദയ സ്റ്റുഡിയോ, നവോദയ അപ്പച്ചൻ തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസറും. അപ്പോൾ ആ സിനിമ 1984 ആ സിനിമയ്ക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഫസ്റ്റ് 3D സിനിമയാണ്. ആ സിനിമ മലയാളത്തിൽ ഇറങ്ങി ഒരു പാൻ ഇന്ത്യ സിനിമ തന്നെയായിരുന്നു. അത് ഏകദേശം 45 ലക്ഷമാണ് അവർ
പറഞ്ഞിരിക്കുന്നത്. അന്നത്തെ 45 ലക്ഷം മുടക്കിയിട്ട് ഏകദേശം 10.5 കോടിക്ക് മേലെ 11 കോടിക്ക് മേലെ കളക്ട് ചെയ്തൊരു സിനിമയാണ്. അന്നത്തെ കാലത്താണ്. അപ്പോൾ ഓർക്കണം, അത് ഇന്നത്തേക്കാണെങ്കിൽ നമുക്കൊരു 6 കോടി മുടക്കി അല്ലെങ്കിൽ ഒരു 100 കോടി കിട്ടണ ആ ഒരു പ്രതീതിയുള്ള, അതിനേക്കാളും മേലെ ചിലപ്പോൾ പറയേണ്ട ഒരു സംഭവമാണത്. അപ്പോൾ അത്രയും ഫിനാൻഷ്യലി അത്രയും മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു സിനിമ കൂടിയാണ്. അതൊരു മലയാള സിനിമയാണെന്ന് പറയുന്നതിൽ നമുക്ക് ഒത്തിരി അഭിമാനിക്കാനുണ്ട്. ഒരു പാൻ ഇന്ത്യ, ശരിക്കും ആ സിനിമയെ പറ്റി അധികം ആൾക്കാർ ഇപ്പോഴും പറഞ്ഞ് കേൾക്കാറില്ല. എങ്കിൽ അത് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടൊരു മൂവിയായിരുന്നു. അത് ശരിക്കും ഇപ്പോൾ വേണമെങ്കിൽ ഇറക്കിയാൽ ഒരു വേൾഡിലേക്ക് വേണമെങ്കിൽ ഇപ്പോൾ ആ സിനിമ ഇറക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇമോഷണലി കണക്ട് ആയിട്ടുള്ള സിനിമകൾ തന്നെയായിരുന്നു. ഒരു ഫാൻറ്റസി മൂവി ആണെങ്കിൽ പോലും അത് ഭയങ്കര രസകരമായിരുന്നു. ഞാനൊക്കെ സിനിമയിൽ കണ്ടത് പല സ്കൂളുകളിൽ, ഒരു 90 സ്കൂളുകളിൽ നിന്ന് പിള്ളേരെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. അതായത് 84 ഈ സിനിമ റിലീസായി. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ കൂടി അവർ ആഡ് ചെയ്ത് 97 ഒന്നുകൂടി റിലീസ് ചെയ്തു. അന്നും ആ സിനിമയ്ക്ക് ഏകദേശം 2.5 കോടിയോളം കേരളത്തിൽ തന്നെ കിട്ടിയെന്നുള്ളതാണ് എൻ്റെ റിപ്പോർട്ട്. അതിനുശേഷം ആ സിനിമ ഹിന്ദിയിലൊക്കെ അവർ വീണ്ടും ഇറക്കിയിട്ടുണ്ട്. ഹിന്ദിയിൽ നിന്ന് പൈസ അത്യാവശ്യം കളക്ട് ചെയ്തിട്ടുണ്ട്. ചോട്ടാ ചേട്ടനോ അങ്ങനെയുള്ള ഒരു പേരിലാണ് അവിടെ ഇറക്കിയത്. പിന്നെ അതേപോലെ തമിഴിൽ ഇറക്കിയിട്ടുണ്ട്, പ്രകാശ് രാജിലൊക്കെ അഭിനയിച്ച്. വീണ്ടും അതിനകത്ത് കുറേ ക്യാരക്ടേഴ്സിനൊക്കെ ആഡ് ചെയ്ത് അവിടെ ഹിറ്റായിരുന്നു. അതിന് എന്തൊക്കെയോ പേരുകൾ അവർ പറഞ്ഞു കേട്ട്. ചുട്ടിച്ചാത്തൻ തമിഴിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സിനിമയുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മലയാളത്തിൽ ആദ്യം വന്ന ഒരു 3D സിനിമ. അപ്പോൾ അതിൻ്റെ റൈറ്റർ അപ്പോൾ ഈ ലാലേട്ടൻ്റെ ബറോസ് എന്ന് പറഞ്ഞ സിനിമ റൈറ്റ് ചെയ്തിരിക്കുന്നത് ജിജോ പൊന്നൂസ് ആണ്. അപ്പോൾ അതിനകത്ത് ഈ സിനിമ ലാലേട്ടനെ വീണ്ടും ട്രോളാനുള്ളൊരു കാരണം, ജിജോ പൊന്നൂസ് ഇതിൻ്റെ ശരിക്കുള്ള സ്റ്റോറിയിൽ നിന്ന് ലാലേട്ടൻ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തി കുറച്ചും കൂടി ആൾക്കാരെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറികളിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കുറച്ച് നാളത്തേക്ക് ഒരു ട്രോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വന്നപ്പോൾ ലാലേട്ടൻ എന്തോ ഒരു ചുപ്പടാച്ചി പരിപാടിയാണ് എടുക്കാൻ പോകുന്നുള്ളത് പൊതുബോധം ആൾക്കാർക്ക് വന്നു. ഇതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്, ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഒന്നാമത്തെ കാര്യം, ലാലേട്ടനെ പോലെ ഒരാളൊരു പാൻ ഇന്ത്യ സിനിമ ഇറക്കുമ്പോൾ ലാലേട്ടൻ്റെ ഇതുവരെയുള്ള അപ്രോച്ചുകൾ, ലാലേട്ടൻ്റെ സംസാര രീതികൾ, ഒരു കാര്യം ചോദിക്കുമ്പോൾ പുള്ളി കൊടുക്കുന്ന ആൻസറുകൾ, ഇതൊക്കെ ഇന്ന് ആൾക്കാരുടെ മൈൻഡിലേക്ക് വരും. ഇതൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ ലാലേട്ടൻ്റെ ഒരു സിനിമ എങ്ങനെയായിരിക്കും എന്ന് കണക്ക് കൂട്ടുന്നത്. ലാലേട്ടൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റോറീസ് ചിലപ്പോൾ ഉണ്ടാവണമെന്നുള്ളൂ. ഇപ്പോൾ ഈ MG ശ്രീകുമാർ ഈ 1-2 സിനിമകളൊക്കെ പുള്ളി മ്യൂസിക് ഡയറക്ടറായിട്ട്. അപ്പോൾ ആ സിനിമകളെ പാട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, പുള്ളി എങ്ങനെയാണോ അതേപോലത്തെ പാട്ടുകളാണ് ചെയ്തത്. വളരെ സിമ്പിളായിട്ടുള്ള പാട്ടുകളാണ് പുള്ളി ചെയ്തത്. മറിച്ച് ശരത് അവരൊക്കെ ചെയ്യണ പോലത്തെ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള പാട്ടുകളൊന്നും ഇങ്ങനെ ചെയ്തില്ല. അത് ഇപ്പോൾ ലാലേട്ടൻ്റെ സംസാര രീതിയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കും അങ്ങനെ തോന്നുള്ളൂ. കാര്യം അങ്ങനെയാണ് ലാലേട്ടൻ. ഇപ്പോൾ സത്യനന്ദിക്കാട് ഒരു സിനിമ എഴുതുമ്പോൾ നമുക്ക് ഊഹിക്കാം, അതൊരു പരിധി വിട്ട് ഈ ലോകിദാസ് എഴുതുന്ന പോലെ ലെവലിലേക്ക് പോയല്ല. അത് അറിയാവുന്നതാണ്. ആ പുള്ളിയുടെ രീതികൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഊഹിക്കാമല്ലോ. അപ്പോൾ അതേപോലെ ലാലേട്ടനെ കാണുമ്പോൾ അങ്ങനെ ഊഹിച്ചിട്ടുണ്ട് പല ആൾക്കാരും. ലാലേട്ടൻ പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വ്യക്തമായിട്ട് മറുപടി പറയാറില്ല. എല്ലാം കുറച്ചും കൂടി വേറെ തലത്തിലേക്ക് നിന്ന് ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് കൊടുത്തിട്ടാണ് പുള്ളി ഏത് കാര്യങ്ങൾ പറയാറുള്ളത്. ആരെയും വെറുപ്പിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഒരാളൊരു പാൻ ഇന്ത്യ സിനിമ ഇറക്കുമ്പോൾ അത്രയും നിലവാര ആൾക്കാർ ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുള്ളൂ. ഓക്കെ, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ട്രെയിലർ വന്നപ്പോൾ അതൊന്നും അല്ല എന്ന് മനസ്സിലായി. കാര്യം ഈ സിനിമ എൻ്റെ ഇത്ര നാൾ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനേക്കാൾ ഏകദേശം 40-45 ദിവസം ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഭയങ്കരമായിരുന്നു. അത് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ മലയാളത്തിൽ നിന്ന് അധികം ആൾക്കാരില്ലാന്ന് തോന്നുന്നു. പ്രണവ് മോഹൻലാൽ ആ സിനിമയ്ക്കകത്ത് ഉണ്ടെന്നുള്ളത് അന്ന് വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ ഈ ട്രെയിലറിലൊന്നും പുള്ളിനെ കാണാൻ സാധിച്ചില്ല. ഇനി പുള്ളി കോസ്റ്റായിട്ട് എങ്ങാനും വരുവാണോ അറിയില്ല. മൊത്തം ഒരു പോർച്ചുഗീസ് അങ്ങനെയുള്ള യൂറോപ്പിലുള്ള ആൾക്കാരെയൊക്കെയാണ് കൂടുതലായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ആക്ടേഴ്സായിട്ടും. പിന്നെ ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ, ഇതിൻ്റെ സൗണ്ട് മിക്സിംഗ് ഒക്കെ നടന്നിരിക്കുന്നത് US എവിടെ സ്റ്റുഡിയോയിലാണ്. അത് 3D സ്റ്റുഡിയോ തന്നെയാണെന്നുള്ളതാണ് അവർ പറഞ്ഞത്. 3D ക്യാമറ, ഇതിൻ്റെ വേറെ പ്രത്യേകത 3D ക്യാമറയിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സാധാരണ സിനിമകൾ ഇറങ്ങിയിരിക്കുന്നതൊക്കെ 2Dയിൽ ക്യാമറയിൽ എടുത്തിട്ട് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യുമായിരുന്നു. ഇത് 3D ക്യാമറയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥിരം ലാലേട്ടൻ്റെ അപ്പോൾ സന്തോഷ് ശിവനാണ് ഇതിൻ്റെ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത്. സന്തോഷ് ശിവൻ അനന്തഭദ്രമൊക്കെ ചെയ്തത്. കാര്യം ആ സിനിമയ്ക്കകത്ത് അനന്തഭദ്രത്തിലൊരു പ്രത്യേകതയുണ്ട്. അതിനകത്ത് ഭയങ്കര രസകരമായ ക്യാമറ വർക്കുകളൊക്കെ മലയാളത്തിൽ കൊണ്ടുവന്ന, അല്ലെങ്കിൽ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറെ ക്യാമറ വർക്കിന് വേറെ തലം കൊടുത്ത ഒരു സിനിമയായിരുന്നു അനന്തഭദ്രം. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഈ സിനിമയുടെ ക്യാമറമാനായിട്ട് വന്നിരിക്കുന്നത്. പുള്ളിയുടെ ഭാഗത്തു നിന്നും കുറച്ച് ഈ സിനിമ ലാലേട്ടനെ കളിയാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ സിനിമ ഒരു മോശം സിനിമ ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള 1-2 ഡയലോഗുകളൊക്കെ, ഇവർ തമ്മിലുള്ള വാക്ക് പോരുകൾ, അല്ലെങ്കിൽ ലാലേട്ടനെ അത് പറയുമ്പോൾ ഞാനിത് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ സന്തോഷ് ശിവനുമായിട്ടുള്ള 1-2 വാക്കുകൾ അവിടേക്ക് വന്നു പോയി. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് മൊത്തത്തിലൊരു തട്ടിക്കൂട്ട് പരിപാടിയാണെന്നുള്ള എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ട്രെയിലർ വന്നപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. കാര്യം ഈ ട്രെയിലർ ഭയങ്കര ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുള്ള നല്ലൊരു സൂപ്പർ ട്രെയിലറാണ്. ഈ ട്രെയിലറിന് ഒത്തിരി പ്രത്യേകതകളുള്ളതായിട്ട് എനിക്ക് മനസ്സിലായി. കാര്യം ഈ ട്രെയിലറിന്
അപ്പോൾ വളരെ ക്വാളിറ്റി പരമായിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ടൈപ്പ് സിനിമകൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അധികം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും എനിക്ക് എറണാകുളം തിയേറ്ററിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ദുബായിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഒട്ടുമിക്ക ആഴ്ചകളിലും ഇതേപോലത്തെ സിനിമകൾ ഇവിടെ റിലീസാകുന്നുണ്ട്. അപ്പോൾ ആ ട്രെയിലർ കണ്ടപ്പോഴേ നമുക്കത് ഈസിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. ഇത് എനിക്ക് തോന്നുന്നു ട്രെയിലർ കാണുമ്പോൾ എല്ലാവർക്കും എല്ലാ ആൾക്കാർക്കും അത് മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല. അത് ആ ഒരു വേറൊരു മൂഡാണ് ആ സിനിമ. അപ്പോൾ നമുക്ക് ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ട്രെയിലറിലേക്ക് പോവാം. ഒരു പ്രീമിയർ ചെയ്ത് വെച്ചിരുന്നതാണേ. ആ ഡിഗാമ കൊട്ടാരത്തിനകത്തെ ഒരാട്ടാറ് ഭൂതമുണ്ട്. ഞാൻ ബറോസ്, നൂറ്റാണ്ടുകളായി നിധി കാക്കുന്ന ഭൂതം. ചോട്ട ഇസബെല്ല. Benvenuto di volta Digama. ഡിഗാമ എന്ന പേരിനകത്ത് എടുത്ത് പറയേണ്ട ഒരു പേരാണ്. മറ്റൊരാളെ ഓർത്ത് തൂകുന്ന കണ്ണുനീരിലും മഹത്തായ ഒരു നിധി ഈ ലോകത്തില്ല മോളെ. അടുത്ത് കാണാം. അതിനകത്ത് കുറച്ച് ഈ ഡയലോഗുകൾ മൊത്തം മലയാളത്തിലല്ല ഇവർ ചെയ്തിരിക്കുന്നത്. അത് ആ ഷൂട്ടിങ്ങിൽ തന്നെ ഇതിൻ്റെ മെയിൻ പാർട്ടിൽ തന്നെ ഇതിൻ്റെ ഒറിജിനൽ സംഭവത്തിൽ തന്നെ ഇവർ പല ലാംഗ്വേജിനകത്ത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഡബ് ചെയ്ത് മലയാളത്തിലോ അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിലേക്കൊക്കെ ഇറക്കുന്നതായിരിക്കും. എനിക്ക് തോന്നിയത് അതാണ്. അപ്പോൾ സംഭവമുണ്ട് ഇതിൻ്റെ അത് പിക്ചർ ക്ലാരിറ്റിയും ഇതിൻ്റെ എടുത്തിരിക്കുന്ന രീതികളും. ഇത് ഫസ്റ്റ് ബറോസ് തന്നെയാണ്. ലാലേട്ടൻ കൈവച്ചത് എന്തായാലും വെറുതെ ആയാലും. കാര്യം ഇവരുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് പുള്ളിനെ ഇപ്പോൾ ഒരാളൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും മോശമാകല്ലേ എന്ന് മാത്രമേ നമുക്കൊക്കെ പ്രാർത്ഥനയുള്ളായിരുന്നു. കാര്യം പുള്ളിനെ ഇങ്ങനെ ട്രോളുന്ന കാണാൻ നമുക്ക് വയ്യാണ്ടായി. ഇപ്പോൾ പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്ന പരിപാടി ഏതായാലും കൊള്ളാം, ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ അത്രയും പൈസ മുടക്കി ആൻ്റണി പെരുമ്പാവൂർ സമീപകാലത്തൊക്കെ പറഞ്ഞു ബറോസൊന്നും ഇറങ്ങാണ്ട് കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഇറങ്ങിയ പൈസ തിരിച്ച് കിട്ടിയാലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാര്യം അത്രയും പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ സമീപകാലത്ത് കുറേ പടങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ബറോസ് ആയാലും റാമിനൊക്കെ ഏകദേശം 140 കോടിയുടെയൊക്കെ എക്സ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ റാം ആൻ്റണി പെരുമ്പാവൂരല്ലെന്ന് തോന്നുന്നല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു ഇതിൻ്റെ പല പരിപാടികളും. അപ്പോൾ ഈ സിനിമ എന്തായാലും അപ്പോൾ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കുള്ള ഒരു ട്രിബ്യൂട്ട്. ലാലേട്ടൻ്റെ കുട്ടികളുമായിട്ടുള്ള സിനിമകൾ നമുക്കറിയാമല്ലോ, എത്ര സിനിമകൾ കിടക്കണം. ഉണ്ണികളെ ഒരു കഥ പറയാൻ തുടങ്ങി ഇങ്ങോട്ട് കിടക്കുവാണ്. കാര്യം ഉണ്ണികളെ ഒരു കഥ പറയാൻ കഴിഞ്ഞ അതിൻ്റെ ഈ റീയൂണിയൻ ഉണ്ടായിരുന്നു. അന്ന് ഇത്രയും വർഷത്തിന് ശേഷമുള്ള ആ ഗ്രൂപ്പുകൾ, ആ കുട്ടികളൊക്കെ കഴിഞ്ഞ ദിവസം വന്ന് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. അവർക്കിപ്പോൾ വന്ന മാറ്റങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പ്രോഗ്രാം അവർ നടത്തിയായിരുന്നു. അപ്പോൾ ലാലേട്ടൻ്റെ കുട്ടികളുമായിട്ടുള്ള സീനുകളെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം പുള്ളി ഏത് ലെവലിൽ പുള്ളിയുടെ സ്വന്തം മക്കളാണ് തോന്നിക്കുന്ന രീതിയിലാണ്. ബാലേട്ടൻ സിനിമ, അല്ലെങ്കിൽ ഇതേപോലെ ഉണ്ണികളൊരു കഥ പറയാം, ദൃശ്യം, അങ്കിൾ ബൺ, പിന്നെ എത്ര സിനിമകൾ. അപ്പോൾ അങ്ങനെ കിടക്കുവാണ് ലാലേട്ടൻ്റെ കുട്ടികളുമായിട്ടുള്ള സ്നേഹപരമായിട്ടുള്ള സിനിമകൾ. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ തുടരെ എന്ന് പറഞ്ഞ സിനിമ വരാൻ പോകുന്നു. തുടരും. അപ്പോൾ അതിലും കുട്ടികളുമായിട്ടുള്ള സീനുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ലാലേട്ടന് കുട്ടികളുമായിട്ട് ഇത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് വന്നെന്ന് പറഞ്ഞാൽ അതിനകത്ത് 2-3 കാര്യങ്ങളൊക്കെ പൃഥ്വിരാജൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ് പൃഥ്വിരാജ് പറയുന്നത് ഇതായിരുന്നു. ഒരു വീഡിയോ ഒരു യൂട്യൂബിൽ വന്നു, അത് ലാലേട്ടൻ നമുക്ക് കാണിച്ചു തരുന്ന രീതിയാണ്. മോനെ ഇത് കണ്ടോ, മോനെ യൂട്യൂബ് എന്തൊരു രസമാണ് മോനെ.
ഞാൻ ഈ ലാലേട്ടൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഈ ഫോണിലല്ല നോക്കുക, ഞാൻ ലാലേട്ടൻ്റെ ഫേസിൽ നോക്കുക. ഇങ്ങനെ കൊച്ചു കുട്ടി ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ് മൂപ്പര്. ഇപ്പോൾ ലൂസിഫർ വരുന്നു, നമ്മൾ എന്തെങ്കിലും ഒരു ഷോട്ട് എടുക്കുന്നു, ഷോട്ട് എടുത്തിട്ട് തിരിച്ചു വന്ന് പുള്ളിക്കാരൻ മോണിറ്ററിൽ ഇങ്ങനെയൊക്കെയാണ്, സാർ ഞാൻ ആ ഷോട്ട് ഒന്ന് കണ്ടോട്ടെ. അപ്പം ഞാൻ ഇതെങ്ങനെ രണ്ടും കൂടെ ബാലൻസ് ആയി പോകുന്നു? ഞാൻ ശരിക്കും ഒരു കൊച്ചുകുട്ടി ആയതുകൊണ്ടായിരിക്കും. അല്ല, നമ്മുടെ ഒരു അപ്പൊ ഞാനിങ്ങനെ ആരാധനയോടുകൂടി നോക്കുന്നത് ഒരു ചൈൽഡാണ്. മോഹൻലാൽ ഇസ് ലൈക്ക് എ ചൈൽഡ് ആൻഡ് ആ ക്യൂരിയോസിറ്റി, ആ ഒരു അത് ഐ നോ ഹി വിൽ നെവർ ലൂസ് ഇറ്റ്. പുള്ളിക്കാരൻ അങ്ങനെ ആയിരിക്കും ത്രൂ ഔട്ട്. എനിക്കത് കിട്ടിയാൽ കൊള്ളുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ ഇങ്ങനെയാണ് ലാലേട്ടൻ്റെ ആ ഒരു എല്ലാവരുടെ ഉള്ളിൽ കുട്ടി ഉണ്ടാവും. എല്ലാവരും ആ കുട്ടിയിലൂടെ ഏത് കാലഘട്ടത്തിലൂടെ പോയാലും ആ കുട്ടി നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കുട്ടിത്തം അത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാര്യം അങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഗുണങ്ങളുണ്ടെന്നുള്ളതൊക്കെയാണ് നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മൾ പ്രായം കുറയും, നമ്മൾ ചിരിക്കും, നന്നായിട്ട് ആസ്വദിക്കും ഓരോ നിമിഷങ്ങളെയും, മതിമറന്ന് അങ്ങോട്ട് ജീവിതം ആസ്വദിക്കും എന്നൊക്കെ പറയുന്നത് ചൈൽഡ് നമ്മുടെ ഉള്ളിലുള്ള ഒരു കുട്ടിത്തം ഉള്ളത് നല്ലതാണെന്നുള്ളതൊക്കെയാണ് പലരും പറയാറുള്ളത്. അപ്പോൾ ലാലേട്ടൻ ഓഫ് കോഴ്സ് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഒരു സിനിമ ഇറക്കുമ്പോൾ പുള്ളിയുടെ ആളത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം കുട്ടികളെ ഇത്ര സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു ട്രിബ്യൂട്ട് പോലെ ഒരു സിനിമ ഇറക്കുന്നതും. എനിക്ക് തോന്നുന്നത് ഈ സിനിമ അത്യാവശ്യം പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഓഫ് കോഴ്സ് ലാലേട്ടൻ ഒരു പടം ഡയറക്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ഒരു 3D സിനിമയൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ ഒരു ഫാൻറ്റസി എലമെൻറ്റ് കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഒരു ലോകം തന്നെ ചിലപ്പോൾ വേറെ ആയിരിക്കും. ഈ സിനിമ എന്തായാലും നഷ്ടം വരത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനിമയ്ക്ക് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റ് എന്തായാലും ഉണ്ടാവും. കാര്യം ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരാഴ്ചയിൽ ഓരോ ദിവസവും ഇതേപോലെ സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സിനിമ അങ്ങനെ കണ്ടായിരുന്നു. അതിനൊന്നും വലിയ സംഭവം ഒന്നും കാണാറില്ല. പക്ഷേ ഇത് ഇങ്ങനത്തെ സിനിമ ആകുമ്പോൾ കുറച്ചും കൂടി ഞാൻ കണ്ട സിനിമകളിൽ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഒരു രസകരമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ലാലേട്ടന് ഓൾ ദ ബെസ്റ്റ്. ലാലേട്ടൻ ഇത്ര നാൾ പല ആൾക്കാരും ട്രോൾ ചെയ്യെങ്കിലും നമുക്കത് ഒരു വിഷമമായിരുന്നു അങ്ങനെയൊക്കെ ട്രോളുന്നത് കാണുമ്പോൾ. പക്ഷേ ഇങ്ങനെ ഒരു സാധനം ഇറക്കിയത് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു. ഇത്ര നാൾ ഒരു പോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സമയത്ത് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റിലീസ് ഡേറ്റ് ഒത്തിരി മാറ്റി. ഓരോ പ്രാവശ്യം മാറ്റുമ്പോഴും ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ പടത്തിനെ ട്രോളാനായിട്ടുള്ള തുടക്കം, ഈ പടത്തിൽ ആദ്യം പൃഥ്വിരാജിനകത്ത് നിന്ന് മാറുമ്പോൾ തുടങ്ങിയുള്ള ഒരു തുടക്കം, പിന്നീട് ഇതുവരെയായിട്ടും അതിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമായിരുന്നു ലാലേട്ടനെ ട്രോൾ. ഇതൊരു പൊട്ട സിനിമയാണ്, ഇതൊരു എന്തൊക്കെയോ തട്ടിക്കൂട്ട് കാണിച്ച് വെച്ചിരിക്കുകയാണ്, വേറെ പണിയൊന്നും ഇല്ലായിരുന്നു ലാലേട്ടൻ എന്നൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ ആ ഒരു റോ ഓഫ് ക്രിറ്റിസിസത്തിന് ഒരു എൻഡായെന്ന് വിശ്വസിക്കുന്നു ഈ ട്രെയിലറോടുകൂടി. നമുക്ക് വെയിറ്റ് ചെയ്യാം. ലാലേട്ടൻ്റെ ഒരു നല്ല ഒരു കൈവയ്പ്പ് തന്നെ ആയിരിക്കട്ടെ ഈ ഡയറക്ഷൻ എന്ന മേഖലയിൽ. ഒത്തിരി എക്സൈറ്റഡ് ആണ് ഈ സിനിമ. ശരിക്കും തിയേറ്ററിൽ തന്നെ കാണണമെന്നുണ്ട്. നല്ല റിപ്പോർട്ടുകൾ വരട്ടെ. ഇഷ്ടപ്പെട്ട ഒരു അവസാനം കാണിക്കണ എല്ലാ സിനിമകളും ഓക്കെയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോറി പറയാനുണ്ട്. ഈ സിനിമയുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഡി ഗാമയുടെ നിധി, ഇന്നത്തെ ഡി ഗാമ എന്ന് പറയുന്നുണ്ട്, ലാലേട്ടനകത്ത് ഡി ഗാമയുടെ പറയുന്നുണ്ട്. ഡി ഗാമയുടെ നിധി സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ബറോസ് എന്ന 400 വർഷം പഴക്കമുള്ള ഒരു ആത്മാവ്, നിധി സംരക്ഷിക്കുന്ന 400 വർഷം പഴക്കമുള്ള ഒരു ആത്മാവ്, അത് ഡി ഗാമയുടെ യഥാർത്ഥ പിൻഗാമിക്ക് മാത്രം കൈമാറാൻ കാത്തിരിക്കുകയാണ്. നമ്മൾ ഈ പണ്ട് കേട്ട മുത്തശ്ശി കഥകളൊക്കെ തന്നെയാണ്. നിധി കാക്കുന്ന ഭൂതം അതിന് അർഹതപ്പെട്ട ഒരാൾ വരുമ്പോൾ മാത്രമേ ഉള്ളൂ അത് അടുത്തൊരാൾക്ക് കൈമാറത്തുള്ളൂ. അതുവരെ പുള്ളി അത് പല രീതിക്കും പല വേഷാന്തരങ്ങളും പല പ്രച്ഛന്ന വേഷങ്ങളും മാറി പുള്ളി അത് പല രീതിക്കും ആൾക്കാരുടെ ഇടക്ക് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പുള്ളി അതിനെ തിരിച്ചു പിടിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗാർഡിയനായിട്ട് മാറി നിൽക്കുന്ന കുറേ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പലതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ വെറുതെ ലാലേട്ടൻ ചെയ്തതല്ല എന്ന് മനസ്സിലായി. അതിന് അതിൻ്റെതായ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. പുള്ളി പറയുന്ന പോലെ തന്നെ എപ്പോഴും നമ്മൾ ആദ്യം ചെയ്യുക. ഇപ്പോൾ 3D ക്യാമറയിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യണത് ഇന്ത്യയിൽ ചിലപ്പോൾ ലോകത്തിൽ ചിലപ്പോൾ ആരും ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അത് ആദ്യം ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് പുള്ളി ഇൻട്രസ്റ്റ് കണ്ടെത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കണ്ടെത്തിയ ഒരു സംഭവം മോശമാവില്ല എന്ന് തോന്നുന്നു. മോശമാവില്ല എന്നുള്ളതായിരുന്നു ആഗ്രഹം. ഇത് കണ്ടിട്ട് മോശമാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഓൾ ദി ബെസ്റ്റ് ലാലേട്ട.